ആറാട്ടുപുഴയിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായി പരിഹാരം കാണുന്നതിന് നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ പറഞ്ഞു. രാത്രികാലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ പറഞ്ഞു. നിലവിലുള്ള കേന്ദ്ര നിയമവും കോടതിയുടെ ഉത്തരവും പ്രകാരം പട്ടിയെ കൊല്ലാനുള്ള അനുവാദം പഞ്ചായത്തുകൾക്കില്ല, മനുഷ്യർക്കുമില്ല. പിന്നെ ഇവരുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി വന്ധ്യംകരിക്കുന്ന ഒരു പരിപാടി കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും മുഖേന ആരംഭിച്ചു. അങ്ങനെ 22-23 സാമ്പത്തിക വർഷം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ വന്ധ്യംകരണ പരിപാടി നടന്നപ്പോൾ 120 പട്ടികളെ ആറാട്ടുപുഴ പഞ്ചായത്തിൽ നിന്ന് പിടിച്ചു. അതിന് വേണ്ടി വന്നിരുന്ന അതിൻ്റെ ചെലവെല്ലാം പഞ്ചായത്ത് വഹിച്ചു വന്ധ്യംകരിച്ച് അതിനെ കൊണ്ട് തിരിച്ചു വിട്ടു. എന്നാൽ ഈ സ്റ്റെറിലൈസേഷൻ, അതായത് വന്ധ്യംകരണം പോലും നടത്തുന്നതിന് കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം എന്നുള്ളൊരു ഉത്തരവ് വന്നത് മൂലം ആ സ്റ്റെറിലൈസേഷൻ പരിപാടിയും ഏതാണ്ട് ആലപ്പുഴയ്ക്ക് നിന്നിരിക്കുക. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴയിലും അതിന് വടക്കുവശത്തുമായിട്ട് 2 സ്റ്റെറിലൈസേഷൻ കേന്ദ്രം സർവ്വസജ്ജമായി കിടക്കുകയാണ്. ഗവൺമെൻറ് ഉത്തരവ് കിട്ടിയാൽ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മുതുകുളത്ത്, മുതുകുളം ബ്ലോക്ക്, ഹരിപ്പാട് ബ്ലോക്ക്, കായംകുളം മുനിസിപ്പാലിറ്റി, ഹരിപ്പാട് മുനിസിപ്പാലിറ്റി, ഇതിൻ്റെ കീഴിൽ വരുന്ന 15 പഞ്ചായത്ത് ഇത്രയും കൂടെ ചേർന്നുകൊണ്ട് ഭൂമി വാങ്ങി ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുതരം മിനി ഹോസ്പിറ്റലാണ്. ആ സംവിധാനം എടുക്കുന്നതിന് വേണ്ടി 25 സെൻറ്റ് സ്ഥലം മുതുകുളം പഞ്ചായത്തിൽ വിലയ്ക്ക് വാങ്ങിയിട്ടിരിക്കുക. അത് ഒരു ഏജൻസിക്ക് കൊടുത്ത് അവരുടെ DPR നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ DPRൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിട നിർമ്മാണം ഉടനെ ആരംഭിക്കുകയാണ്. ആ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളും 3 ലക്ഷവും, ബ്ലോക്ക് പഞ്ചായത്തുകൾ 7 ലക്ഷവും, മുനിസിപ്പാലിറ്റികൾ 7 ലക്ഷവും എന്ന തരത്തിൽ പണം എടുത്തിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഈ സ്റ്റെറിലൈസേഷൻ നിന്നതിന് ശേഷം വേറൊരു പരിപാടി പിന്നെ ഞങ്ങൾ ആവിഷ്കരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി ഈ തെരുവ് നായ്ക്കളെ പിടിച്ചിട്ട് വാക്സിനേഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ 23-24 സാമ്പത്തിക വർഷത്തിൽ 100-ലേറെ പട്ടികൾക്ക് നമ്മളിവിടെ വാക്സിനേഷൻ കൊടുക്കും. പക്ഷേ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി വരുന്ന ജീവനക്കാരെയോ മറ്റുള്ളവരെയോ ഒരു സഹായകരമായ, അവരെ സഹായിക്കുന്ന ഒരു സമീപനം പലപ്പോഴും ആളുകളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കൊച്ചിയിടകെട്ടി പാലം വന്നതിനെ തുടർന്ന്, വലിയിരിക്കൽ പാലം വന്നതിനെ തുടർന്ന് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ചാക്കിൻ്റെ അകത്ത് കുഞ്ഞു പട്ടികളെയും വലിയ പട്ടികളെയും ഒക്കെ കെട്ടി രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്ന് പടിഞ്ഞാറ് തള്ളുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കോഴിയുടെയും അതുപോലെ മറ്റ് അറവ് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഈ കിറ്റിൻ്റെ അകത്താക്കി അത് രാത്രികാലങ്ങളിൽ കൊണ്ട് തള്ളുക. അതുപോലെ തന്നെ ഹാർബറിൻ്റെ വടക്കേക്കര വലിയിരിക്കൽ ഹാർബറിൽ വള്ളങ്ങളെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൊച്ചു ചെറുമീനുകളോ അല്ലെങ്കിൽ ഈ ഉപയോഗശൂന്യമല്ലാത്ത മത്സ്യങ്ങൾ അത് തിന്നുന്നതിനും വേണ്ടി ഈ പട്ടികൾ കൂട്ടം കൂടുന്ന ഒരു സ്വഭാവമുണ്ട്. വലിയിരിക്കൽ ഇപ്പോൾ ഒരു ടൂറിസം കേന്ദ്രം കൂടിയായതുകൊണ്ട് അവിടെ വരുന്ന ടൂറിസ്റ്റുകളും അവർ കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം ഈ പട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഇത് ഉണ്ട്. അപ്പോൾ നാളെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നുണ്ട്. ആ പഞ്ചായത്ത് കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ കുടുംബശ്രീ എല്ലാത്തിനെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് ഇവരെല്ലാം കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായിട്ടുള്ളൊരു ബോധവൽക്കരണവും അതുപോലെ തന്നെ പട്ടി കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ ക്യാമറ വയ്ക്കുന്ന കാര്യം ഉൾപ്പെടെ ഞങ്ങൾ ആലോചിച്ചിട്ട് അത് ചെയ്യും. നമുക്ക് കരണീയമായിട്ടുള്ളത് മാത്രമാണ് കാർത്തിയാനി അമ്മയുടെ ഈ ദാരുണമായ അന്ത്യം ദുഃഖകരമാണ്. ആ ദുഃഖം കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ചില മേഖലകളിൽ തെരുവ് നായകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത് തടയാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കുന്ന നടപടികൾ നടന്നുവരികയാണ്. ഈ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. ടൂറിസം മേഖലയായ വലിയഴീക്കൽ, പെരുമ്പള്ളി, കൊച്ചിയുടെ ചട്ടി എന്നിവിടങ്ങളിൽ സഞ്ചാരികൾ ഭക്ഷണ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കർശനമായി തടയും. രാത്രികാലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുവാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.